ഒരിടത് സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ താല്പര്യങ്ങളിലൊന്ന് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായ 3-ാം ടേം അതിലേക്ക് നയിക്കുന്ന എന്തൊക്കെ ഉണ്ടാകും, അതിലേക്ക് നയിക്കാൻ കഴിയുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. സ്പീക്കർ എൻ ഷംസീർ എത്തുന്നു. ബജറ്റ് അവതരണ പരിപാടികളിലേക്ക് കടക്കുന്നു. ഓർഡർ. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ, അങ്ങേക്ക് 2025-26 മുതൽ 2027-28 വരെയുള്ള മീഡിയം ടേം ഫിസ്ക്കൽ പ്ലാൻ അടക്കമുള്ള സ്ട്രാറ്റജി സ്റ്റേറ്റ്മെന്റുകളും 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനകളുടെ അന്തിമ സ്റ്റേറ്റ്മെന്റും കേരള അടിസ്ഥാന സൌകര്യ നിക്ഷേപ നിധി ബോർഡിന്റെ 2023-24 സാമ്പത്തിക വർഷത്തെ ഫിഡലിറ്റി സർട്ടിഫിക്കറ്റും 2024 സാമ്പത്തിക അവലോകനവും മേശപ്പുറത്ത് വെക്കാവുന്നതാണ്. 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കാവുന്നതുമാണ്. യെസ് സർ, നമുക്ക് നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും അനുസരിച്ച് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് എക്കണോമിക് റിവ്യൂ ടേബിളിൽ വയ്ക്കേണ്ടതാണ്. അത് പാർലമെന്റിലും നിയമസഭയിലും വരുന്ന കീഴ്വഴക്കമാണ്. നമ്മുടെ നിലവിലെ പൊതു സാമ്പത്തിക സ്ഥിതിയും അതിന്റെ ഇൻഡിക്കേറ്റേഴ്സും ബജറ്റിന് മുമ്പായി പ്രത്യേകമായി അറിയുന്നതിന് വേണ്ടിയിട്ട് എക്കണോമിക് റിവ്യൂ നേരത്തെ തന്നെ അംഗങ്ങൾക്ക് കിട്ടും. ഇതിനു മുമ്പ് ഒരിക്കൽ വയ്ക്കാൻ പറ്റാതായ സാഹചര്യത്തിൽ എക്കണോമിക് റിവ്യൂ സർക്കുലേറ്റ് ചെയ്തിരുന്നു. ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഷഗ്ദാൻ കൌൾ തന്നെ പറഞ്ഞിരിക്കുന്നത് ദി ഇക്കണോമിക് സർവേ വിച്ച് ഇസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ദി ഹെൽത്ത് ഓഫ് നാഷണൽ ഇക്കോണമി ഈസ് ലെയ്ഡ് ഓൺ ദ ടേബിൾ 1 day in advance. This being an important document is widely circulated. സർ, ഇതുപോലെ തന്നെ ഈ സഭയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി എക്കണോമിക് റിവ്യൂ വെക്കാത്തതിന് ഞാൻ ഇതുപോലെ ഒരു പോയിന്റ് ഓഫ് ഓർഡർ 11/3/2022 ഉന്നയിക്കുകയുണ്ടായി. അന്ന് ബഹുമാനപ്പെട്ട ചെയർ ആ സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊരു കാരണവശാലും ഒരു പ്രീസിഡന്റാക്കി മാറ്റരുത്, ഇത് ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കരുത് എന്ന് ചെയറിന്റെ നിർദ്ദേശം, റൂളിംഗ് കൃത്യമായിട്ട് കേസിലുണ്ടായിരുന്നു. എന്നിട്ട് വിത്തിൻ 2 years ആ ചെയറിന്റെ റൂളിംഗ് തന്നെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഈ എക്കണോമിക് റിവ്യൂ സർക്കുലേറ്റ് ചെയ്യാതെ ബജറ്റ് അവതരിപ്പിക്കുന്നത് there is an impropriety. ഞാനത് അങ്ങേ ചൂണ്ടിക്കാണിക്കുന്നു. അത് വേണ്ട നടപടികൾ, കർശനമായ നടപടികൾ, ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള നടപടികൾ ബഹുമാനപ്പെട്ട ചെയറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മിനിസ്റ്റർ, എനി ക്ലാരിഫൈ മിനിസ്റ്റർ? സർ, ഇത് സംബന്ധിച്ചുള്ള രേഖകളെല്ലാം ഇവിടെ സമയത്ത് എത്തിച്ചതാണ്. ആകെ ഒരു പ്രശ്നം, ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി തീരുമാനിച്ചനുസരിച്ചാണ് നമ്മൾ ഈ ഫസ്റ്റ് ഡേ 7-ാം തീയതി തുടങ്ങുന്നു, അന്ന് തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുള്ള സ്ഥിതി വന്നത്. ഫിഡലിറ്റി സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലും നേരത്തെ അങ്ങയുടെ ഒരു റൂളിംഗ് ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ രണ്ട് സമയത്താണ്. 2 സമയത്തിൽ ആദ്യം തന്നെ ഡിസംബർ 31 മുമ്പ് ഫിഡലിറ്റി സർട്ടിഫിക്കറ്റ് വെക്കണം, അത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ കൂടെ തന്നെ ആനുവൽ റിപ്പോർട്ട് കൂടെ അടിച്ചിട്ട് ഒരുമിച്ച് അതൊന്നേ ഉള്ളൂ, 2 കൂടെ ചേർത്താണ്. അത് നേരത്തെ തന്നെ ഇവിടെ ലേ ചെയ്തിട്ടുണ്ട്, ആ പ്രൊസീജിയർ പൂർത്തീകരിച്ചിട്ടുണ്ട്. എക്കണോമിക്സ് റിവ്യൂവിന്റെ കാര്യത്തിനകത്ത് നമ്മൾ ആ കാര്യം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ 8 ദിവസം ആയി എന്നുള്ളതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് സാർ. 2025 ജനുവരി 17-ാം തീയതി ആരംഭിച്ച ഈ സമ്മേളനം 5 ദിവസത്തെ സമ്മേളനത്തിന് ശേഷം ഇന്നാണ് വീണ്ടും സമ്മേളിക്കുന്നത്. ഇതിന് ഇടയ്ക്കൊരു ഇടവേള ഉണ്ടായത് 2024 സാമ്പത്തിക അവലോകന ബജറ്റ് അവതരണത്തിന് മുമ്പുള്ള സഭയിൽ സമർപ്പിക്കാൻ കഴിയാതിരുന്നതെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്നിരുന്നാലും സാമ്പത്തിക അവലോകനം മുൻകൂട്ടി തന്നെ അംഗങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന ആവശ്യം ന്യായമാണ് തന്നെയാണ് ചെയറിന്റെ അഭിപ്രായം. ഭാവിയിൽ ഇതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തണമെന്ന് ചെയർ കരുതുന്നു. ഓർഡർ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, 2025-26 മുതൽ 27-28 വരെയുള്ള മീഡിയം ടൈം ഫിസ്ക്കൽ പോളിസി സ്റ്റേറ്റ്മെന്റും മീഡിയം ടൈം ഫിസ്ക്കൽ പ്ലാൻ അടക്കമുള്ള സ്ട്രാറ്റജി സ്റ്റേറ്റ്മെന്റുകളും 2024-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനയുള്ള അന്തിമ സ്റ്റേറ്റ്മെന്റ്, കേരള അടിസ്ഥാന സൌകര്യ നിക്ഷേപ നിധി ബോർഡിന്റെ 23-24 സാമ്പത്തിക വർഷത്തെ ഫിഡലിറ്റി സർട്ടിഫിക്കറ്റ്, സാമ്പത്തിക അവലോകനം 2024 എന്നിവ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. സർ, കേരള ജനതയ്ക്ക് വലിയ ആശ്വാസം തോന്നുന്നൊരു സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ടാണ് 2025-26 വർഷത്തെ സംസ്ഥാന ബജറ്റ് പ്രസംഗം ആരംഭിക്കുന്നത്. സർ, സമീപ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞ്ഞെരുക്കത്തിന്റെ തീക്ഷ്ണമായ ഘട്ടത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്തോഷ വാർത്ത. ധനഞ്ഞെരുക്കം രൂക്ഷമായ ഘട്ടത്തിലും വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ മുടക്കം വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നു.
ഇപ്പോൾ ധനഞ്ഞെരുക്കത്തിന്റെ തീക്ഷ്ണത ഗണ്യമായി കുറഞ്ഞു തുടങ്ങിയെന്ന് മാത്രമല്ല വരും വർഷങ്ങളിൽ ഏറെ മെച്ചപ്പെട്ട ധനസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കും എന്ന കാര്യവും വ്യക്തമായിരിക്കുകയാണ്. സംസ്ഥാനം ധനഞ്ഞെരുക്കം നേരിട്ടപ്പോൾ അത് മറച്ചുപിടിക്കാനല്ല ജനങ്ങളോട് തുറന്നു പറഞ്ഞ് പരിഹാരം തേടാനാണ് ഈ സർക്കാർ തയ്യാറായത്. ഇപ്പോൾ ധനസ്ഥിതി ഏറെ മെച്ചപ്പെട്ടുവെന്ന് പറയുന്നതും തികഞ്ഞ യാഥാർത്ഥ്യബോധത്തോടെയാണ്. ധനസ്ഥിതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നല്ല മാറ്റത്തെക്കുറിച്ച് ഉള്ള കണക്കുകളിലേക്ക് പിന്നീട് വരാം. സംസ്ഥാനത്തിന്റെ സമീപകാല വികസന ചരിത്രം പരിശോധിക്കുന്ന ആർക്കും ബോധ്യമാകുന്നൊരു കാര്യമുണ്ട്. കേരള സമ്പദ്ഘടന അതിവേഗ വളർച്ചയുടെ ഒരു ഘട്ടത്തിലേക്ക് മുന്നേറാൻ സജ്ജമായിരിക്കുകയാണ്. വികസന വിജ്ഞാനീയത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കേരളം ഒരു ടേക്ക് ഓഫിന് സജ്ജമായിരിക്കുകയാണ്. മനുഷ്യവിഭവശേഷി വർദ്ധിപ്പിക്കുന്നതിന് നാം നടത്തിയ നിക്ഷേപമാണ് ഇതിന് കാരണം. സർ, എന്നാൽ മനുഷ്യവിഭവശേഷി ആഭ്യന്തര ഉൽപ്പാദനത്തിലേക്ക് പരിവർത്തിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. പശ്ചാത്തല മേഖലയിലെ പോരായ്മയായിരുന്നു അതിന്റെ പ്രധാന കാരണം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ നടത്തിയ തീവ്ര പ്രയത്നം ആ പോരായ്മ പരിഹരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കേരളത്തിന്റെ ആഭ്യന്തര ഉൽപ്പാദന വളർച്ച വളരെ മെച്ചപ്പെട്ടതാണ്. വളർച്ചാ നിരക്കുകൾ ഇനി കൂടുതൽ മെച്ചപ്പെടാനാണ് പോകുന്നത്. സർ, ധനഞ്ഞെരുക്കം വരുമ്പോൾ പശ്ചാത്തല മേഖലയെ അവഗണിക്കുകയാണ് നാം മുൻകാലത്ത് ചെയ്തിരുന്നത്. പശ്ചാത്തല മേഖലയിലെ പ്രവൃത്തികളുടെ പുരോഗതി ഒരു കാരണവശാലും തടസ്സപ്പെടരുത് എന്ന നിലപാടാണ് ഈ സർക്കാർ സ്വീകരിച്ചത്. സ്വാഭാവികമായും ട്രഷറി മാനേജ്മെന്റിന്റെ ഭാഗമായി ചില ചെലവിനങ്ങൾ അവധിക്ക് വെക്കേണ്ടി വന്നിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA കുടിശ്ശികയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കോവിഡ് മഹാമാരിയുടെ കാലത്ത് ശമ്പള പരിഷ്കരണം നടത്തുകയും അതിന്റെ വലിയ ബാധ്യത ഏറ്റെടുക്കുകയും ചെയ്ത സർക്കാരാണ് കേരളത്തിലേത്. LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതാണ് മുൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തുടരാനും നയപരിപാടികൾ തുടർച്ചയായി നടപ്പിലാക്കാനും കഴിഞ്ഞതിന് കാരണം. വാഗ്ദാനങ്ങളും ജനക്ഷേമ നയങ്ങളും നടപ്പിലാക്കുമെന്നതിന് LDF സർക്കാരാണ് ജനങ്ങൾക്ക് ഗ്യാരണ്ടി. സർ, നികുതി വിഹിതവും കടം വാങ്ങാനുള്ള അവകാശവും കേന്ദ്രം വെട്ടിക്കുറച്ചതാണ് കുടിശ്ശിക വരാൻ കാരണം. അത് മനസ്സിലാക്കി സർക്കാരിനോട് സഹകരിക്കുകയാണ് ജീവനക്കാർ ചെയ്തത്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. സർ, ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡുവായ 600 കോടി രൂപ ഫെബ്രുവരിയിൽ തന്നെ വിതരണം ചെയ്യും. സർ, ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു ഈ സാമ്പത്തിക വർഷം തന്നെ അനുവദിക്കും. അത് PF ൽ ലയിപ്പിക്കുന്നതാണ്. 1900 കോടി വരും. സർ, ജീവനക്കാരുടെ DA കുടിശ്ശികയുടെ 2 ഗഡുക്കളുടെ ലോക്കിൻ പീരീഡ് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഒഴിവാക്കി നൽകുന്നു. അപ്പൊ അതവർക്ക് ലഭിക്കും. സർ, നാം ജീവിക്കുന്ന ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റങ്ങളെ അഖണ്ഡമായ ജാഗ്രതയോടെ വിലയിരുത്തി നിരന്തരം സ്വയം നവീകരിച്ചുകൊണ്ടല്ലാതെ വ്യക്തികൾക്കോ സമൂഹത്തിനോ മുന്നോട്ട് പോകാനാവില്ല. കേരള സർക്കാരിന്റെ വികസന ധനനയങ്ങളെ നിർണ്ണയിക്കുന്നത് നിരന്തര നവീകരണത്തിന്റേതായ ഈ കാഴ്ചപ്പാടാണ്. അതിന്റെ ചില പ്രധാനപ്പെട്ട വശങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അസമാധാനവും വിദ്വേഷവും സംഘർഷങ്ങളും പടർന്നു പിടിക്കുന്ന ഏറെ സംഭ്രമജനകമായ സാഹചര്യമാണ് ഇന്ന് ലോകമെമ്പാടും നിലനിൽക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നിലനിൽക്കുന്ന സമാധാനത്തിന്റെയും ശാന്തിയുടെയും അന്തരീക്ഷമാണ് നമ്മുടെ വളർച്ചയുടെയും അഭിവൃദ്ധിയുടെയും ഏറ്റവും വലിയ ഉറപ്പ്. ഈ പശ്ചാത്തലത്തിലാണ് ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയോടും മറ്റ് സങ്കുചിത വിഭാഗീയ നയങ്ങളോടും ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന സമീപനം നാം സ്വീകരിക്കുന്നത്.